ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് അധിക ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു കുട്ടി വീഡിയോ, കണ്ടൻ്റൊന്നുമില്ല, വെറുതെ ജസ്റ്റ് രാവിലെ കുക്ക് ചെയ്യുന്നതും. ഇന്ന് ഞാനാണെങ്കിൽ ബീട്രൂട്ട് ചോറ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ചോറ് പ്രിപ്പയർ ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. കുറേ ആയി വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ രാവിലെ എണീറ്റേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. വെള്ളം പോലും കുടിച്ചിട്ടില്ല, പല്ല് തേച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നതാണ്. എനിവേസ് കുറച്ചധികം ബിസി ആയിപ്പോയി, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെ അതൊന്നും പറ്റുന്നില്ല. നമുക്കിന്ന് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഓൾറെഡി ചോറിനെ വെച്ചിട്ടുണ്ട് ആവാനായിട്ട്. നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഈ ബീട്രൂട്ട് റൈസൊന്നും ഞാൻ കഴിച്ചിട്ട് പോലില്ല. ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ്. എല്ലാ ദിവസവും ചോറ് സാമ്പാറും മുഴുവൻ മാത്രമേ കൊണ്ടുപോകുന്നത് ശരിയല്ല. നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്യണം. വെറൈറ്റി നമ്മളിന്ന് ബീട്രൂട്ട് ചോറിൻ്റെ കൂടെ തൈരും, അതായത് സാലഡും പിന്നെ പപ്പടവും ഉണക്കമീനുമാണ് കേട്ടോ. പിന്നെ അമ്മ തന്ന ഇടിച്ചമന്തി ഉണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ ഇല്ലേ, ഇതിൻ്റെ കൂടെ ഞാൻ നല്ല മണമുള്ള മുളക് ഇടുന്നുണ്ട്, ഒരു ചുവപ്പും ഒരു പച്ചയും. അഡീഷണലി മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ മുളക് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതെനിക്ക് വീട്ടിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ എനിക്ക് സൗമ്യമാമൻ തന്നതാണ് കേട്ടോ. നല്ല മണമാണ്, നല്ല എരിവ്. അപ്പോൾ ഇതും ബീട്രൂട്ടുമാണ് നമുക്ക് ബീട്രൂട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടിൽ ഇടുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ബീട്രൂട്ട് ചോറ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വെച്ചിട്ടില്ല, ഇപ്പം എങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ആകുമ്പോഴത്തേക്കിനും ഓൾറെഡി അത് ഇന്നലെ ഞാൻ വെച്ച ചോറാണ്. കാരണം രാവിലെ എൻ്റെ ചോറ് വെക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു, കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ഓൾറെഡി രാത്രിയിൽ ചോറ് വെച്ചിട്ട് അത് തിളപ്പിച്ച് ഊറ്റുന്നതാണ്. അപ്പോൾ ആ തിളപ്പിച്ച് ഊറ്റിയ ചോറ് അതിലേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കും. അപ്പോൾ ബീട്രൂട്ട് മിക്സ് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീട്രൂട്ട് മിക്സിലേക്ക് റൈസ് ഇട്ട് ഇളക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് മിക്സ് ആക്കാം. അപ്പോൾ ബീട്രൂട്ട് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതില്ലേ, ഇതുപോലൊരു ചോപ്പറിനുള്ളിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ചോപ്പറാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു എടുക്കുക, അത്രയൊക്കെ അത് എനിക്കറിയുള്ളൂ. ഇതുപോലൊരു ചോപ്പ് ഇതുപോലൊരു സാധനം എടുക്കുക. അതിനുള്ളിൽ ഇതിലോട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ട് കടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ആ ഒരു കടിക്കുന്ന രീതിയിൽ എടുത്തു. എനിക്ക് വലിയ ലൈക്കല്ല ബീട്രൂട്ട് കടിക്കുന്നതിന്. അപ്പം നമുക്ക് കുഞ്ഞു മതി. മിക്സിയിലിട്ട് ഒരടിച്ചാൽ മതി, പക്ഷെ ഞങ്ങൾക്കത് മിക്സിയില്ല. ഇത് ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു റീലാണ്. പുള്ളിൻ്റെ പേര് ഞാൻ മറന്നു. പുള്ളിയാണ് ബീട്രൂട്ട് റൈസ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത്. ബീട്രൂട്ട് റൈസും ചിക്കനുമാണ് അയാൾ കഴിച്ചത്. ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. അപ്പം അത് കണ്ടപ്പോൾ ഒരു കൊതി. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ആക്കിക്കോ. മക്കളൊക്കെ ഉള്ളവർ
മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോ. ഇങ്ങനെ കളറുള്ള റൈസൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമല്ലേ. എനിക്കിഷ്ടമാണ്. എനിക്ക് മഞ്ഞച്ചോറ് ഇഷ്ടമാണ്, ടൊമാറ്റോ റൈസ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് ഇങ്ങനെ നല്ല ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മുളകും കൂടി അരഞ്ഞിട്ടിട്ടുണ്ട്. കൈയൊക്കെ ചുമന്ന കളറായി. അപ്പോൾ നമുക്ക് ഇതിനി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ചോറായോ നോക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ ഇതിൽ കുറച്ച് കാഷ്നട്ടും പിന്നെ കപ്പലണ്ടി, പീനട്ട് അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് ഇട്ട് ഈ തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷെ അത് നമ്മളെടുത്തില്ല, അതുകൊണ്ട് ബീറ്റ്റൂട്ട് മാത്രം നമ്മളാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോറായിട്ടുണ്ടെന്ന്. അതും കൂടി ഊറ്റി ഇതും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് തൈരും ആക്കി ഉണക്കമീൻ മസാല വെച്ചിട്ടുണ്ട്. മുട്ടയും മുട്ടയെ വറുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലാണ് ഞാൻ ചോറും ബീറ്റ്റൂട്ടും കൂടി തമ്മിൽ കലർത്തുന്നത്. ഇതിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. സോ നമുക്ക് ചോറിട്ട് വെക്കാം. നല്ല ചൂട് ചോറാണ്. ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ ബീറ്റ്റൂട്ടിന് തികയോന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വീണ്ടും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ബീറ്റ്റൂട്ട്, വീണ്ടും ചോറ്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ എനിക്ക് വരണം. എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി പോയിട്ടുണ്ടായിരുന്നു ബീറ്റ്റൂട്ടിൽ വരുമ്പോൾ. ഇതാണ് ഇപ്പോൾ ചോറിൻ്റെ അവസ്ഥ. പക്ഷെ ഇങ്ങനെയല്ല, ബീറ്റ്റൂട്ടിന് നല്ലൊരു റെഡ് കളർ, നല്ല റെഡ് കളറായിരിക്കണം ഈ ചോറിന്. പക്ഷെ കഴിച്ചു നോക്കാം. ഞാൻ ആ കണ്ട വീഡിയോയിൽ നല്ല റെഡിഷ്, ഒരു പിങ്കിഷ് റെഡായിരുന്നു. റെഡിഷ് പിങ്കോ പിങ്കിഷ് റെഡ് കേട്ടോ, അങ്ങനത്തെ ഒരു കളറായിരുന്നു. ഇത് നമുക്ക് കുറച്ചൊന്നും എടുത്ത് കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് വേണം, പക്ഷെ തൈരിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനിത് ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് കഴിച്ച് കാണിക്കാം. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളുടെ ചോറ്, ബീറ്റ്റൂട്ട് ചോറും വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ ചോറിലില്ലേ ആ മണമുള്ള മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ.
ഞാൻ പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ബീട്രൂട്ട് റൈസ് വീട്ടിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തൈരും മാങ്ങാച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ. പിന്നെ ആക്ച്വലി ആ മുളകില്ലേ, മണമുള്ള മുളക്, എൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഫ്ലേവർ റൈസിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ.